2024 എന്ന വർഷം മലയാള സിനിമയുടെ അടയാളമായി മാറിക്കഴിഞ്ഞു. വെറും 3 മാസങ്ങൾ കൊണ്ട്, അതായത് 100 ദിവസങ്ങൾ എത്തും മുൻപ് തന്നെ മലയാള സിനിമ മൊത്തം കളക്ട് ചെയ്തത് 600 കോടിക്ക് മുകളിലാണ്. ഒരു കാലത്ത് കോടി ക്ലബ്ബുകൾ അന്യമായിരുന്ന ഇൻഡസ്ട്രിയിൽ ഇന്ന് ഒരു മാസം തന്നെ സൂപ്പർ ഹിറ്റ്, ബ്ലോക്ക് ബസ്റ്റർ, മെഗാ ബ്ലോക്ക് ബസ്റ്റർ, ഇൻഡസ്ട്രിയൽ ഹിറ്റ് സിനിമകൾ ലഭിച്ചിരിക്കുകയാണ്. കോടി ക്ലബ്ബുകൾ അന്യം നിന്ന മലയാള സിനിമ ആദ്യമായി 200 കോടി ക്ലബ്ബും ഈ വർഷം തൊട്ടു. മലയാളത്തിന് പുറത്ത് ദേശീയ തലത്തിൽ മലയാള സിനിമ ഒരിക്കൽ കൂടി അവരുടെ പ്രതാപം തെളിയിച്ചു. ഈ വർഷം തുടക്കം തന്നെ മലയാള സിനിമയ്ക്ക് നല്ല കാലമായിരുന്നു. പ്രത്യേകിച്ച് ഫെബ്രുവരി 4 സിനിമകളാണ് ഫെബ്രുവരിയിൽ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചത്. പ്രേമലു, ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, അന്വേഷിപ്പിൻ കണ്ടെത്തും, 3 സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ. ഒപ്പം കളക്ഷനിൽ വൻ കുതിപ്പും. ഭ്രമയുഗം 50 കോടി ക്ലബിൽ കയറിയപ്പോൾ പ്രേമലു 100 കോടി ക്ലബിലും മഞ്ഞുമൽ ബോയ്സ് 200 കോടി ക്ലബിലും ഇടം പിടിച്ചു. ടോവിനോ തോമസ് നായകനായ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രവും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിരുന്നു. 40 കോടിയോളമാണ് ചിത്രം കളക്ട് ചെയ്തത്. ജനുവരിയിൽ റിലീസിനെത്തിയ എബ്രഹാം ഓസ്ലറും സാമ്പത്തികമായി വിജയം കണ്ടു. ഈ ചിത്രവും ഏതാണ്ട് 40 കോടിയോളം കളക്ട് ചെയ്തു. നഷ്ടത്തിന്റെ കണക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പ്രൊഡ്യൂസർമാർക്കും തിയേറ്റർ ഉടമകൾക്കും വലിയ ആശ്വാസമായിരുന്നു ഈ സിനിമകൾ സമ്മാനിച്ചത്. കഴിഞ്ഞ വർഷം ഒടുവിലിറങ്ങിയ ക്രിസ്മസ് റിലീസ് ചിത്രം നേരിന്റെ പടയോട്ടം കണ്ടുകൊണ്ടാണ് 2024 തുടക്കമാകുന്നത്. നേര് 100 കോടി ക്ലബിൽ ഇടം നേടിയാണ് ബോക്സ് ഓഫീസ് വേട്ട അവസാനിപ്പിച്ചത്. അടുപ്പിച്ചിറങ്ങിയ ഭ്രമയുഗവും പ്രേമലവും മഞ്ഞുമൽ ബോയ്സും ഹിറ്റായതോടെ തിയേറ്ററുകൾ അക്ഷരാർത്ഥത്തിൽ ജനസാഗരങ്ങളായി മാറി. കഴിഞ്ഞ ദിവസം റിലീസിനെത്തിയ ആടുജീവിതവും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതോടെ മലയാള സിനിമയുടെ ഏറ്റവും മികച്ച വർഷമായി 2024 മാറിക്കഴിഞ്ഞു. 15 കോടിയോളം രൂപയാണ് ആദ്യ ദിവസം തന്നെ ആടുജീവിതം ലോകമെമ്പാടും കളക്ട് ചെയ്തത്. മികച്ച റിപ്പോർട്ടുകളാണ് തിയേറ്ററുകളിൽ നിന്ന് ചിത്രത്തിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ മറ്റൊരു ചരിത്രമായി ആടുജീവിതം മാറുന്നത് ഉറ്റുനോക്കുകയാണ് ആരാധകർ.